അപ്പൊ അന്ന് സാരി കിട്ടുമ്പോ ഞാൻ വെച്ചാൽ നല്ല ഒരു എനിക്കപ്പോ 22 വയസ്സെന്നാണ്. കുറച്ച് പ്രായം കൂടുതലാണോ എന്ന് സംശയം. 20 ആണോ 19, 20, അറ്റ്ലീസ്റ്റ് 21 ഉണ്ടാവുന്നൊക്കെ ഉള്ള ധാരണയിലാണ് ഞാൻ. അടുത്ത ദിവസം അന്ന് പിന്നെ അങ്കിൾ ആന്റി എന്നൊക്കെ ഉള്ള, പക്ഷെ ദർശനയുടെ അച്ഛനും അമ്മയും അപ്പനും അമ്മേനെ കാണാൻ ഞങ്ങൾ താമസിച്ച ഫ്ലാറ്റിൽ വന്നു. ഞാനിങ്ങനെ ഉണർന്നപ്പോഴത്തേക്കും ആരോ നമ്മളെ കാണാൻ വേണ്ടി ആരോ വന്ന പോലെ ഒരു ഫീലിംഗ്. ഇങ്ങനെ ഉണരുമ്പോ നമുക്കൊരു അവിടെ ആരോ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്, പക്ഷെ അത് ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നോ നമ്മളെ കാണാൻ വേണ്ടി വന്ന് നമുക്ക് പറ്റി ആരോ അവിടെ ഇരിപ്പുണ്ടോ എന്നൊരു സംശയം. മനസ്സിന്റെ തന്ത്രികൾ മീട്ടി തുടങ്ങി. ചുമ്മാ ഇങ്ങനെ ചെന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഞാൻ എന്താണ് ശബ്ദം കേട്ടപ്പോഴത്തേക്കും എനിക്കൊരു സംശയം. എനിക്ക് അറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ ഞാൻ ദർശനയുടെ അച്ഛനമ്മയെ അപ്പോഴൊന്നും പരിചയപ്പെട്ടിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാനിങ്ങനെ ആരോ അവിടെ ഇരിപ്പുണ്ടോ, ഞാൻ ഇപ്പുറത്തൂടെ ഇങ്ങനെ കിച്ചണിലൊക്കെ പോയി. അപ്പൊ എന്റെ ഗുണമെന്ന് അറിയോ, ആ ഉറക്കത്തില് ദർശനം വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു. അപ്പോ ഇവിടുന്ന് ഞാനിങ്ങനെ ലിവിംഗ് റൂം അവരെ കാണാത്ത രീതിയിൽ ഇപ്പുറത്തൂടെ കിച്ചണിലൊക്കെ പോയി ആരാണെന്നൊക്കെ നോക്കി. പിന്നെയും തിരിച്ചൊന്ന് റെഡി ആയിട്ടൊക്കെ വന്ന് പുറത്തേക്ക് ഇങ്ങനെ വന്നിരുന്നു. അപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുന്നത്, ഒരു ടീഷർട്ടും ജീൻസൊക്കെ ഇട്ടുണ്ട്. അപ്പൊ സഡൻ ആയിട്ട് ഒരു ക്ലാഷ് എന്നാണ്. ലാസ്റ്റ് നൈറ്റ് സാരിയിൽ കണ്ട ആളും ഇയാളും തമ്മിൽ ഭയങ്കര ഒരു 5-8 മണിക്കൂർ സാരിയിലാണ് ഞാൻ കൊണ്ടുനടന്നത് രാത്രിയിൽ. പെട്ടെന്ന് അതാ രാവിലെ ടീഷർട്ടിൽ 3 മണിക്കൂർ ഓർമ്മയില്ല. പക്ഷെ എന്താണ്, പക്ഷെ ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞ ഞാൻ സഡനായിട്ടൊരു കൊച്ചു കുട്ടി ഒരു മയം ഇങ്ങനെ അടിക്കുന്നുണ്ടല്ലോ. എന്നാൽ എത്ര വയസ്സാണെന്ന് ചോദിച്ചാലോ, എന്നാ പിന്നെ നമ്മൾ പെണ്ണുങ്ങളുടെ അടുത്ത് നമ്മളങ്ങനെ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാൽ കാഷ്വലായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു. സംസാരിച്ചിങ്ങനെ അപ്പയമ്മയൊക്കെ ഇരിപ്പുണ്ടോ, അച്ഛനമ്മയൊക്കെ ഇരിപ്പുണ്ടോ, അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് സംസാരിച്ചു. സോ യു എൻജോയ് ദ പ്രോഗ്രാം എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ എന്താണ് what are you studying എന്നൊക്കെ അങ്ങനെ ഇങ്ങനെ ചോദിച്ച്. തന്ത്രശാലിയാണല്ലോ വിജയ്. അപ്പൊ അപ്പോഴാണ് മനസ്സിലാക്കിയത് അതിനിടയ്ക്ക് ഒരു അടി അടിച്ചാണ്. ബട്ട് ഞാൻ അപ്പൊ അങ്ങനെ മനസ്സിലാക്കി ഒരു 16 കഴിഞ്ഞ് 17 എത്തുന്നേ ഉള്ളൂ എന്നുള്ളത്. അപ്പോ ഓക്കെ അത് വെയിറ്റിന്റെ കാര്യം അപ്പോഴൊന്നും ആലോചിക്കുന്നു. പക്ഷെ ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇന്ന് പ്രോഗ്രാമിന് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം അതായത് തലേ ദിവസം പ്രോഗ്രാമിന്റെ സമയത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് ഇല്ല ഞാൻ വരൂല മിക്കവാറും എന്നൊക്കെ പറഞ്ഞു. അന്ന് രാവിലെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ചോദിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചിലപ്പോ വരുമായിരിക്കും, അച്ഛനമ്മയ്ക്ക് പ്രോഗ്രാമിന് വരണം എന്നൊക്കെ. അപ്പോൾ അത് ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടു. ഓളും മോശമല്ല, അവള് അച്ഛനമ്മേന്റെ ചുമലിട്ടു. അപ്പോ എന്നിട്ട് അവര് വന്നു പ്രോഗ്രാമിന്. അവര് വന്നു അഗൈൻ ഈ ബാക്ക് സ്റ്റേജിൽ ഇങ്ങനെ ഈ വിളക്കൊക്കെ കൊണ്ടുവരാനും അതിനൊക്കെ ഹെൽപ്പ് ചെയ്തവൻ. അപ്പൊ അവിടെ ഇങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയി എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴും അങ്ങനെ ഈ ലവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആംഗിളൊന്നും അങ്ങനെ ചിന്തിച്ചൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ആയി ഇങ്ങനെ സംസാരിച്ചു. എപ്പോഴാണ് ഈ വൈറസ് കലശലായിട്ട് വിജയ് കയറിയത്? അത് പിന്നെയും നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ 2 എപ്പിസോഡ് പിന്നെ 3 എപ്പിസോഡ് ആക്കേണ്ടി വരും. തിരിച്ചു പോകുന്ന ശേഷം ദർശനക്കയുടെ തിരിച്ചു പോകാൻ വേണ്ടി എയർപോർട്ടിൽ ചെന്നെങ്കിലും തിരിച്ചു പോകുന്നില്ല എന്നുള്ളതാണ്. തിരിച്ച് പിന്നെയും ദുബായിൽ 2 ദിവസം നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അവിടെ എന്തോ ഒരു ടിക്കറ്റിംഗ് പ്രോബ്ലം കാരണം ഞാനും അമ്മയും മാത്രം. അപ്പൊ ഓൾറെഡി അബുദാബി വഴി തിരിച്ചു പോയി തലേ ദിവസം തന്നെ. അപ്പൊ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ ഈ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോകാനൊക്കെ കുറച്ചുകൂടെ ഫ്രീഡം എന്താണ് കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഒരു ആ ഫ്രീഡത്തിൽ ഞങ്ങൾ ഈ ഫ്രണ്ട്സ് ഈ പറഞ്ഞ പോലെ വീണൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ജസ്റ്റ് ഷോപ്പിങ്ങിനൊക്കെ എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് അന്ന് അവിടുത്തെ ദുബായിൽ അങ്ങനെ പോകാൻ കൂടെ. അപ്പൊ വീണയുടെ കൂടെ ഇവര് വന്നു ദർശനം വന്നു അങ്ങനെ ഒരു പ്ലാനിൽ. അപ്പോ അങ്ങനെ മീറ്റ് ചെയ്തു. അപ്പം പക്ഷെ അപ്പോഴും അങ്ങനെ ഒരു ഫീലിംഗ്. പക്ഷെ ഈ തിരിച്ചു നിന്നല്ലോ എന്നുള്ള ഒരു സന്തോഷം ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. ഇനിയും ചിലപ്പോൾ കാണാനൊരു അവസരം കിട്ടിയാലോ എന്നുള്ളത്. അങ്ങനെ ചിലപ്പോൾ കണ്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞൂടാ, മേ ബി ഒന്നും നടക്കൂലായിരുന്നു. അല്ലെങ്കിൽ അതിനുശേഷം മറ്റേ വാർത്താവിനിമയ സംവിധാനങ്ങൾ കാര്യമായി ഉപയോഗപ്പെടുത്തി. എന്ത് സാധനം? ടെലിഫോണ് അതില്ല. എന്നുവെച്ചാല് തിരിച്ച് ഇന്ത്യ വന്നു കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞ ഒരു 1 മന്ത് കഴിഞ്ഞിട്ടാണ് അപ്പോഴേക്ക് ആദ്യമായിട്ട് ഏതൊരു കമ്പനി മോട്ടറോള വൺ ഓഫ് ദോസ് കമ്പനീസ് ആദ്യമായിട്ട് ഒരു ഫോൺ ഗിഫ്റ്റ് ചെയ്യുന്നത്. അന്ന് ബ്ലൂ സ്ക്രീൻ മറ്റേ ആ കളർ മറ്റേ എന്താണ് ഫോണും പോലും അല്ല, അന്നത്തെ ബ്ലൂ സ്ക്രീൻ ടൈപ്പ് ഫോണാണ് അന്ന്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ SMS അയക്കുന്നത് ദർശനയ്ക്കാണ്. അത്രയും ഏൻഷ്യന്റ് ആണ് ഞങ്ങളുടെ പ്രേമം എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് ഭയങ്കര സങ്കടം. ആ ഫോണിൽ ആദ്യത്തെ SMS പോകും ദർശനയ്ക്കാണ്. ആ ഫോണിലാണ് ആദ്യമായിട്ട് SMS എന്താണെന്ന് തന്നെ പഠിക്കുന്നത് തന്നെ അപ്പോഴാണ്. പിന്നെയാണ് എന്നുവെച്ചാൽ തലേ ദിവസം ഞാൻ സമയം കൊണ്ട് തിരിച്ച് മറുപടി വന്നു. കിട്ടിയോ എന്ന് ചോദിച്ചു. കിട്ടി എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞത്. സോ അതിനു മുമ്പ് ഞങ്ങൾ ഇമെയിൽ അയച്ചു. അപ്പൊ എന്ന് വെച്ചാൽ ഈ ഞാൻ തിരിച്ച് ദുബായിൽ നിന്നു എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു ഇമെയിൽ വിട്ടു ഞാൻ.
അപ്പോഴത്തേക്ക് എന്തോ ഞാനിങ്ങനെ തിരിച്ചിവിടെ വിട്ടിരിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഫീലിംഗിലൊക്കെ അയച്ചു ഒരു ഇമെയിൽ. പക്ഷെ അതിന് പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും വന്നില്ല. അപ്പൊ ഞാൻ വെച്ചു കാര്യം പോക്കാണ്, എന്താണ് അവിടെ നിന്നൊന്നും വലിയ ആംഗിളൊന്നും ഇല്ലാന്ന് തോന്നണമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വിട്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ തിരിച്ച് ഇന്ത്യയെ വന്ന് കൂടുതൽ അതിന് എന്താണ് എപ്പോഴാണ് ആരാണ് പ്രപ്പോസ് ചെയ്തത് വിജയ് ഫസ്റ്റ്? ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്തോ ഞാൻ പറഞ്ഞ ഇങ്ങനെ എന്തോ ഒരു സാധനം അടിക്കുന്നുണ്ട് ഇലക്ട്രിസിറ്റി. പക്ഷെ അത് അപ്പഴടുത്ത് അമ്മയടുത്തും ചോദിച്ച് അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഒരു ക്ലിയർ എന്താണ് ഗ്രീൻ സിഗ്നൽ കിട്ടുന്നവരെ എന്തായാലും നമുക്ക് ഇങ്ങനെ പോകാം, നമുക്ക് മുന്നോട്ട് പോകണ്ട എന്നുള്ള പോലെ പറഞ്ഞു. അപ്പം അവരുടെ അടുത്ത് ശരിക്കും പറഞ്ഞു ഓക്കെ വന്ന് അവരുടെ സൈഡിൽ നിന്നും വളരെ ആലോചിച്ചിട്ടൊക്കെ ഒരു ഓക്കെ. പിന്നെ ഒരു ഫുൾ ഫോഴ്സുള്ള പോക്കായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ദർശനയുടെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല് ഞാൻ അപ്പൂസ് എന്നാണ് ഇപ്പൊ വിളിക്കുന്നത്. അന്ന് അങ്കിൾ പിന്നെ അത് പതുക്കെ അപ്പൂസായി പിന്നെ അമ്മൂസായി. അപ്പയും അമ്മയും തമ്മിലുള്ളൊരു വിളിക്കൊരു വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ പുള്ളി പറഞ്ഞത് എന്ത് വന്നാലും എന്റെ മോളുടെ ഡിഗ്രി കഴിയാണ്ട് കല്യാണമില്ല. അത് ഇൻഫാക്ട് 2002 മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അന്ന് ഞാൻ ഒന്നും ആയിട്ടില്ല, സിംഗർ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. മലയാളത്തിലായാലും ഇതിലായാലും ഞാനിങ്ങനെ ജസ്റ്റ് വളർന്നു വരുന്ന ഒരു സമയമാണ്. സോ എനിക്കും ടൈം വേണം. സോ ഇറ്റ് വാസ് പെർഫെക്റ്റ് ആക്ച്വലി. എല്ലാം ഈ പറഞ്ഞ പോലെ നമ്മൾ പ്ലാൻ ചെയ്യുന്നൊന്നുമല്ല. സോ അങ്ങനെ ഒരു 5 years കഴിഞ്ഞപ്പം എനിക്കൊരു എസ്റ്റാബ്ലിഷ് കറക്റ്റായിട്ട് 2007 ജാനുവരിയിലാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. അവിടെയാണ് കോലക്കുഴൽ. അത് കഴിഞ്ഞിട്ടാണ് കോലക്കുഴൽ വരുന്നതും. എനിക്ക് തോന്നുന്നു വിജയുടെ ഒരുപാട് സക്സസ്ഫുൾ പാട്ടുകൾ, അവാർഡുകൾ, ബഹുമതികൾ എല്ലാം വന്ന് ദർശനെ കിട്ടിയ ശേഷം. അങ്ങനെയും പറയാം. ദർശനയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും അത് പറ. ദർശനെ നീ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ എന്താ വെച്ചാൽ അവാർഡ്സ് ഞാൻ നേരത്തെ ദർശന പോകുന്നില്ല, വരാം ഈ സമയത്ത് വരുന്നു പറയുന്നു. ഒരു ക്വസ്റ്റ്യൻ വിജുവിന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, വിജുവിന് നമ്മളെ ജീവിതത്തിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർ ഏറ്റവും സന്തോഷമായിട്ട് ആഫ്റ്റർ വി ഗോട്ട് മാരിഡ് എന്തായിരുന്നു? നല്ല ആൻസർ എന്താ ഉദ്ദേശിക്കുന്നത്? വിവാഹശേഷം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷപ്രദമെന്ന് തോന്നിയത് ദർശന എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് വളരെ ഒരു മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് എന്നാണ് പറയാം. പക്ഷെ അതിനു മുമ്പ് അങ്ങനത്തെ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി അന്നാണ് ട്രിവാൻഡ്രത്ത് വെച്ച് എന്റെ ഫസ്റ്റ് എവർ അവാർഡ് എനിക്ക് കിട്ടുന്നത്. കോലക്കുഴൽ എന്നുള്ള സോങ്ങിന് ലോഹിതദാസ് സാറിന് ബെസ്റ്റ് ഡയറക്ടറും ഹോൾ ടീമിന് ബേസിക്കലി. ലോഹിത് സാറാണ് വരികൾ എഴുതിയത്, ജയേട്ടനാണ് മ്യൂസിക്, ശ്വേത ബെസ്റ്റ് ഫീമെയിൽ ആൻഡ് ബെസ്റ്റ് മെയിൽ. 2007 ആ അവാർഡാണ് വിജയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ഫസ്റ്റ് അവാർഡ് എന്റെ 7 വർഷം എടുത്തു എനിക്ക് ആദ്യമായിട്ട് ഒരു അവാർഡ് കിട്ടുന്ന. ദർശനയുടെ കൂടെയുള്ള ജീവിതം, ദർശനയോടുള്ള യാത്ര, ഇതൊക്കെയാണ് വിജയ് പറയുമെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റിപ്പോയി. അല്ലല്ല, പക്ഷെ ഇതില് വേറൊരു കണക്ഷൻ ഉണ്ട്, ക്യാച്ച് ഉണ്ട്. എന്നാൽ അതിന്റെ ഏറ്റവും കൂടുതൽ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആവാൻ കാരണം എന്ന് വെച്ചാൽ ആ അവാർഡ് എനിക്ക് നൽകുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയുടെ അന്നാണ് ട്രിവാൻഡ്രത്ത്. സമർത്ഥമായി രണ്ടിനെയും പൊരുത്തപ്പെടുത്തി. ആൻഡ് ഓഫ് കോഴ്സ് ദർശന എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം അത് കഴിഞ്ഞിട്ടെന്ന് പറയുന്നത് ആ ഒരു ഞങ്ങളുടെ ഇടയ്ക്കുള്ള ഒരാള് ജനിച്ച ആ കാലം. അതിലേക്ക് വരുന്നുണ്ട്. ഒരു സുഹൃത്തിന്റെ ബൈറ്റിലേക്ക് നമുക്ക് പോകേണ്ട സമയമായിരിക്കും. എന്താ കാരണം വെച്ചാൽ 2 തലമുറകളുടെ സമന്വയം അല്ലെങ്കിൽ കൂടിച്ചേരൽ, അതിലേക്ക് നമ്മൾ ചർച്ച പോകുന്നതിന് മുമ്പ് ഒരു പക്ഷേ വിജുവിന് വളരെ വേണ്ടപ്പെട്ട ഒരാളവിടെ. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പിൻ വെള്ളം. ഡോക്ടർ KJ യേശുദാസിന്റെ മകൻ എന്ന് പറയുന്നത് ഒരു വലിയ ദൌത്യമാണ്. യുവഗായകൻ എന്ന രീതിയിൽ വിജു എങ്ങനെയാണ് ആ ദൌത്യത്തിനോട് നീതി പുലർത്തുന്നത്? മഞ്ജു ഇത്രയും ഫോമലായിട്ട് സംസാരിച്ച് കേട്ടത് ആദ്യമായിട്ട്. മഞ്ജുവിനെ കലബല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുക മാത്രമല്ല, ചില സമയത്ത് വളരെ ഔപചാരികമായിട്ട് ചില ചോദ്യങ്ങൾ വളരെ ഗൌരവത്തോടെ ചോദിക്കാനുള്ള ശേഷിയുള്ള കുട്ടിയാണ്. അതെ, കാരണം അറിയോ, ഒരു ടെലിവിഷൻ അവതാരകയായിരുന്നു. അറിയാം. പല ഭാവത്തിലും രൂപത്തിലും വരാനുള്ള കഴിവ്. അതെ, ഞാൻ അതും കണ്ടിട്ടുണ്ട്. അറിയാം, ഞങ്ങളെല്ലാരും ഇടയ്ക്കിടയ്ക്ക് വളരെ ഡിഫറെന്റ് ഭാവങ്ങൾ കാണിക്കുന്ന ആൾ തന്നെയാണ്. ബട്ട് ദൗത്യം എന്ന് പറഞ്ഞ കാര്യം ചോദിക്കുമ്പോഴത്തേക്ക്
എന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇസ് നോട്ട് ആ ലെഗസി നിലനിർത്തുക അല്ലെങ്കിൽ Maintain ചെയ്യുക. ക്യാരി ഫോർവേഡ്. അത് ഇറ്റ് ഹാസ് ടു ബി എന്താ പറയാ, നമുക്ക് എന്ത് വന്നാലും നമ്മളത് ചെയ്യാൻ വിധിച്ചിട്ടുണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അതിനുവേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. യു കാൺട്ട് റിയലി. എന്ന് വെച്ചാൽ ഞാനത് അതിനുവേണ്ടി തന്നെ ഇത് അപ്പയുടെ പേര് എങ്ങനെയെങ്കിലും കാക്കണമല്ലോ എന്നുള്ള വിചാരിച്ചിട്ടല്ല ഞാൻ പാട്ടുകൾ പാടാൻ മഞ്ജു നിൽക്കുന്നത്. പാടിയ പാട്ടുണ്ട്. അതെ, ആ പാട്ട് എനിക്ക് തോന്നുന്നു അപ്പയിലൂടെ വിജയിലെത്തിയ ആ പാട്ട് അതെ അല്ലേ? അതും പോലും വേണമെങ്കിൽ വേറെ ആർക്കും വേണമെങ്കിലും പോകായിരുന്നു അത്. പക്ഷെ അത് ആ ഒരു കറക്റ്റ് സമയത്ത് ഞാൻ മേ ബി ഫസ്റ്റ് 5 വർഷത്തില് അത് പാടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് അത്രയും തെളിയില്ലായിരുന്നു, അല്ലെങ്കിൽ മേ ബി അത് അപ്രീഷിയേറ്റബിൾ ആയിരുന്നായിരിക്കില്ല ചിലപ്പോൾ ആൾക്കാരുടെ. പക്ഷെ എന്നാ കറക്റ്റായിട്ട് ഒരു ടൈമിലാണ് എനിക്കത് വന്നത്. മഞ്ജു അത് പറഞ്ഞിരിക്കുന്നത് വിജയെ കൊണ്ട് തീർച്ചയായിട്ടും പാടിപ്പിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ നൽകിയിട്ടേക്കുന്നത്. തീർച്ചയായിട്ടും. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നോ നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഇത് അപ്പ പാടിയ പാട്ട് പിന്നീട് പാടിയപ്പോൾ ഒരുപക്ഷെ ആദ്യമൊക്കെ മുട്ടിടിച്ച പോലെ വേണമെങ്കിൽ ഒന്ന് മുട്ട് വിറച്ചിട്ടുണ്ടാകും. ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ പോവാണ്. ആലോചിച്ചു അതിനെക്കുറിച്ച്? ഇൻഫാക്ട് അപ്പടുത്ത് ഞാൻ അത് ചോദിച്ചു, ഇതിങ്ങനെ പാടാൻ അവർ ചോദിച്ചിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്. അപ്പോ എനിക്ക് പക്ഷെ എന്നിൽ തന്നെ ഒരു ടു സർട്ടൻ എക്സ്റ്റെന്റ് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു 6 ഇയേഴ്സിലൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ മിക്കവാറും അവോയ്ഡ് ചെയ്യുമായിരുന്നു. മിക്കവാറും ഞാൻ എന്താണ് അത് വേണോ, അത് അങ്ങനത്തെ കമ്പാരിസൺ ഉണ്ടാക്കണോ എന്നുള്ളൊരു ഡൗട്ട് മേ ബി എന്നിൽ തന്നെ എനിക്ക് ഉണ്ടായിരുന്നായിരിക്കും ചിലപ്പോൾ. പക്ഷെ അത് ആഫ്റ്റർ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ്, നമുക്ക് ഒരു വേറെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ നമുക്ക് ഒരു കോൺഫിഡൻസ് ആയിരുന്നു, നമ്മളിത് പാടാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മളെ വിളിക്കുമ്പോഴത്തേക്കും അത് പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും ആൻഡ് ഒരു കോൺഫിഡൻസ് നമുക്ക് തന്നെ വരും. അങ്ങനെ അത് ഐ തിങ്ക് ദാറ്റ്സ് ദ മെയിൻ തിങ്. ബിജിപാൽ അതും ഇൻട്രസ്റ്റ് ചെയ്ത് പുള്ളി വന്നും പോലും ഇല്ല ചെന്നൈയിലേക്ക്. എനിക്ക് ജസ്റ്റ് പാട്ട് അയച്ചു തന്നു, വിജയ് അത് ജസ്റ്റ് അങ്ങനെയാണ്, നമുക്ക് ഒറിജിനലിൽ നിന്ന് കൂടുതൽ വിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം. അപ്പൊ നമ്മളത് കേട്ട് ഒരുമാതിരി അതെ. പക്ഷെ എന്നാലും അതേപോലെ തന്നെ എക്സാക്ട്ലി എന്നുള്ളതല്ല, ആ ഒരു ഫീൽ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പൊ പഴയതുപോലെ തന്നെ ഇക്കുറിയും യാതൊരു എക്സ്പ്രഷൻസും പ്രകടിപ്പിച്ചില്ല. നോ, ഐ തിങ്ക് അതായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു കോച്ച് ഒരിക്കലും നമ്മൾ യു ഡിഡ് സൂപ്പർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ നമുക്ക് തോന്നൂല. യു കെൻ സ്റ്റിൽ ഇംപ്രൂവ് എന്നുള്ള ഒരു വിട്ടുവെച്ച ഇക്കാര്യത്തിൽ ദാസേട്ടൻ വല്ലാത്തൊരു പിശുക്കനല്ലേ? ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് തിങ്. എനിക്ക് അതുകൊണ്ട് അത് അങ്ങനെ ട്രെയിൻ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ കോംപ്ലിമെന്റ്സ് കേട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്രതീക്ഷ എന്നുള്ളതില്ല, നന്നാം ഞെട്ടിപ്പോവുകയും ചെയ്യും. അതെ, അത്രേ ഉള്ളൂ. അപ്പടുത്ത് മാത്രമല്ല ഏത് ഇതിലായാലും ഇപ്പൊ അവാർഡ് കിട്ടിയില്ലെങ്കിലും അതിനുള്ള പ്രതീക്ഷ എനിക്ക് ഒട്ടുമില്ല എന്നുള്ളതുകൊണ്ട് കിട്ടിയാൽ നല്ല സന്തോഷം, കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതല്ല.